ഡിറ്റക്റ്റീവ് എറിക് മാത്യൂസ് മിസ്സിംഗ് ആയ തന്റെ മകനെ അന്വേഷിച്ചിറങ്ങി ഒടുവിൽ എറിക് വന്ന് പെട്ടത് ജോൺ ഒരുക്കിയ ആ കെണിയിലായിരുന്നു. യെസ്, ജിക്സോ കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്ന അയാൾ ജോൺ ക്രൈമർ. അയാൾ ഒരുക്കിയ ആ മാസ്റ്റർ പ്ലാൻ അതിലവൻ കൃത്യമായി തന്നെ വന്ന് വീണു. ആകെ പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ്, അതിനകത്തെ ആ ഇടുങ്ങിയ മുറിക്കകത്ത് വലിയൊരു ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ എറിക് തന്റെ പ്രാണരക്ഷാർത്ഥം സഹായത്തിനായി ഉറക്കെ നിലവിളിക്കുകയാണ്. ആര് കേൾക്കാൻ? രക്ഷപ്പെടണമെങ്കിൽ ഈ ചങ്ങല മുറിച്ചു മാറ്റണം. അവൻ ചുറ്റും നോക്കി. അപ്പോ അതാ അവിടെ അല്പം നീങ്ങി ഒരു ഹാക്സോ ബ്ലേഡ് കിടക്കുന്നു. ഒട്ടും വൈകിയില്ല, അവനതെടുത്ത് ആ ചങ്ങലയിൽ ആഞ്ഞു വരഞ്ഞു. ഇല്ല, അത് മുറിയുന്നില്ല. ആ ചങ്ങല മുറിക്കാനുള്ള മൂർച്ച ആ ബ്ലേഡിനില്ലായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് അവിടെ അല്പം നീങ്ങി അവൻ ആ കാഴ്ച കണ്ടു. അറുത്തുമാറ്റിയ നിലയിൽ ആരുടെയോ കാൽപാദം. അതെ, ഡോക്ടർ ഗോർഡൻ അന്ന് അറുത്തുമാറ്റിയ അവന്റെ കാല്. ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതെ എറിക് തന്റെ കാലിന് നേരെ ആ ബ്ലേഡ് അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നാൽ അവനെ കൊണ്ടായില്ലത്. ആ ബ്ലേഡ് അവൻ വലിച്ചെറിഞ്ഞു. എന്നാൽ അവിടെ അടുത്ത് തന്നെ വലിയൊരു ലിഡ് കിടക്കുന്നതായിട്ട് എറിക്കിനെ ശ്രദ്ധയിൽപ്പെട്ടു. കാല് മുറിച്ചു മാറ്റാതെ തന്നെ കണങ്കാല് ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് മനസ്സിലാക്കിയവൻ ഉടനെ തന്നെ അതെടുത്ത് തന്റെ കാലിന് നേരെ ആഞ്ഞടിച്ചു. കാലിൽ അസ്ഥി ഒടിഞ്ഞു. അവന്റെ പ്രാണൻ പോയി. ആകെ ചതഞ്ഞൊരു പരുവമായ കാൽ ഒടുവിൽ അവൻ അതിൽ നിന്നും ഊരിയെടുത്തു. ആറ് മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അന്ന് ആ മുറിയിൽ നിന്നും എറിക്ക് രക്ഷപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവനെന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പുറം ലോകത്തിന് മുന്നിൽ എറിക് മിസ്സിംഗ് ആയിട്ട് 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ശരീരഭാഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് ഒരാളുടെ മൃതശരീരം പോലീസ് ടീം കണ്ടെത്തുകയാണ്. മുമ്പ് അരങ്ങേറിയിട്ടുള്ള ജിക്സോ മോഡൽ മർഡർ. ക്രൈം സീൻ പ്രത്യേകം സെക്യൂർ ചെയ്തു. അധികം വൈകാതെ തന്നെ ഡിറ്റക്റ്റീവ്സ് ആയ കെറിയും ഹോഫ്മാനും സംഭവ സ്ഥലത്തേക്ക് എത്തി. മരിക്കുന്നതിന് മുമ്പ് വിക്ടിമിനെ കുറെ ചെങ്ങലകളിൽ ബന്ധിച്ച് അവന്റെ തൊട്ട് സമീപത്തായിട്ട് ഒരു ബോംബും ഘടിപ്പിച്ചിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈമർ അത് അവസാനിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നിന്നും ആ ചെങ്ങലകൾ ഓരോന്നും വലിച്ചെടുക്കണം. എന്നിട്ട് ആ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഡോറ് തുറന്ന് പുറത്തു കടക്കണം. ഇതായിരുന്നു അവന് കൊടുത്ത ആ ടാസ്ക്. ടൈമർ ആരംഭിച്ചു. അയാൾ ഓരോ ചെങ്ങലയും ദേഹത്തു നിന്നും വലിച്ചൂരിയെടുത്തു. എന്നാൽ നിർഭാഗ്യവശാൽ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ അയാൾക്ക് ആ ചെങ്ങലകൾ അഴിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. ടൈമർ അവസാനിച്ചതും ആ ബോംബ് പൊട്ടിത്തെറിച്ചു. എന്നാൽ ഈ ഒരു ട്രാപ്പ് അത് ജിക്സോ കില്ലർ തന്നെ സെറ്റ് ചെയ്തതാണോ എന്ന കാര്യത്തിൽ ആ ഡിറ്റക്റ്റീവ്സിന് സംശയമുണ്ടായിരുന്നു. അതിന് പ്രധാനമായും 2 കാരണങ്ങൾ. ഒന്ന്, കഴിഞ്ഞ തവണ ജോണിനെ അവർ കണ്ടപ്പോൾ അയാൾ ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നു. 2, ജിക്സോ കില്ലർ ഫോളോ ചെയ്യുന്ന ചില പാറ്റേൺസ് ഉണ്ട്. അയാൾ തന്റെ ഇരകൾക്ക് രക്ഷപ്പെടാനായിട്ട് ഒരവസരം കൊടുക്കും. എന്നാൽ ഇവിടെ അതല്ല. കാരണം പോലീസ് ടീം ഈ മുറിക്കകത്ത് കയറിയത് ആ ഡോറ് മുറിച്ചു മാറ്റിയായിരുന്നു. അതായത് ഇയാൾ ഇവിടുന്ന് ആ ടൈമർ അവസാനിക്കുന്നതിന് മുമ്പ് പുറത്തു കിടക്കാൻ ശ്രമിച്ചാലും ആ ഡോർ അയാളെ കൊണ്ട് തുറക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ആ ദിവസം രാത്രി ഡിറ്റക്റ്റീവ് കയറി തന്റെ വീടിനകത്ത് എവിഡൻസ് ആയി കിട്ടിയ ആ ടേപ്പ് അതെടുത്ത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് പെട്ടെന്ന് അകത്തു നിന്നും എന്തൊരു കാലച്ച. താൻ മാത്രമേ ഇവിടെ വീടിനകത്തുള്ളൂ. പിന്നെ അതാര്? അവൾ തന്റെ റിവോൾവർ എടുത്ത് ആ മുറിക്ക് പുറത്തു കടന്നു. പെട്ടെന്ന് അവളുടെ തൊട്ടുപുറകിൽ ഒരു മുഖംമൂടി അണിഞ്ഞ രൂപം. ആ രൂപം വന്ന് അവളെ പിടികൂടി. അല്പസമയത്തിന് ശേഷം അവൾ കണ്ണു തുറന്നപ്പോൾ ഒരു ഇടുങ്ങിയ മുറിക്കകത്ത് അവൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അതാ അവളുടെ തൊട്ടുമുന്നിൽ ഒരു ടെലിവിഷൻ. അത് ഓണായി. അത് അയാളായിരുന്നു, ജിക്സോ. അവളെ ധരിപ്പിച്ചിരിക്കുന്ന ആ ഡിവൈസ് അതവളുടെ ദേഹത്തെ വാരിയലുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. കൃത്യം 1 മിനിറ്റ് സമയം അനുവദിക്കും. അത് അഴിക്കാനുള്ള താക്കോൽ തൊട്ടു മുന്നിലുള്ള ആ ആസിഡിനകത്തും. സമയം വൈകുന്തോറും ആ താക്കോൽ അതിൽ കിടന്ന് ദ്രവിക്കും. അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ആ താക്കോലെടുത്ത് ഈ പൂട്ടഴിക്കുക. ഇതായിരുന്നു അവൾക്കുള്ള ടാസ്ക്. ആ ടേപ്പ് അവസാനിച്ചതും ആ ടൈമർ ഓണായി. അവൾ ഉടനെ തന്നെ മുന്നിലിരിക്കുന്ന ആ താക്കോലെടുക്കാനായിട്ട് ശ്രമിച്ചു. ആസിഡിൽ കൊണ്ടതും കൈ പൊള്ളാൻ തുടങ്ങി. വേറെ നിവൃത്തിയില്ലാതെ അവൾ ആ ആസിഡിലേക്ക് കൈയങ്ങ് താഴ്ത്തി. കൈ പൊള്ളിയൊരു പരുവമായി. ആ താക്കോൽ അവൾ ഒടുവിൽ പുറത്തെടുത്തു. തൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ ലോക്ക് അതൊടുവിൽ അവൾ ഓപ്പൺ ചെയ്തു. എന്നാൽ അത് തുറന്നെങ്കിലും ആ ഡിവൈസ് ആണെങ്കിൽ ഇവളുടെ ദേഹത്ത് നിന്നും അൺലോക്ക് ആവുന്നില്ല. അവൾ പരമാവധി ശ്രമിച്ചു. ഇല്ല, അത് അഴിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവളുടെ തൊട്ടു മുന്നിലേക്ക് ആരോ ഒരാൾ കടന്നു വരുന്നതിൻ്റെ ഒരു കാലോച്ച. അടുത്ത നിമിഷം ആ ടൈമർ അവസാനിച്ചതും അവളുടെ വാരിയലിന് ചുറ്റും ഘടിപ്പിച്ചിരുന്ന ആ ഡിവൈസ് അത് 2 വശത്തേക്കും അങ്ങ് തെന്നിമാറി. അവളുടെ ശരീരം 2 വശത്തേക്കും അങ്ങ് കീറിപ്പോയി. രക്തം ചീന്തി. തൽക്ഷണം അവൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇതേ സമയം മറുഭാഗത്ത് ഒരു ഹോസ്പിറ്റൽ. ക്രിട്ടിക്കലായി ഒരു പയ്യനെ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഉടനെ തന്നെ അകത്തു നിന്നും ഒരു ഡോക്ടർ. അവളുടെ പേര് ലിൻ.
അവൾ വന്ന് ആ പയ്യന് വേണ്ട ട്രീറ്റ്മെന്റ്സ് ഒക്കെ നൽകി അവനെ സേഫാക്കി അകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് നാളായിട്ട് ലിന്നിപ്പോ ആകെ ഡിപ്രസ്ഡ് ആണ്. കാര്യം എന്താണെന്ന് കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കുമെങ്കിലും അവളാണെങ്കിൽ അതേപറ്റി സംസാരിക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെ പതിവ് പോലെ അന്നത്തെ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. തിരികെ മടങ്ങാനായിട്ട് പോയപ്പോ ആരോ ഒരാൾ അവളെ നിരീക്ഷിക്കുന്ന പോലെ അവൾ ചുറ്റും നോക്കി. ആരുമില്ല. എന്നാൽ പെട്ടെന്ന് ആരോ ഒരാൾ അവളുടെ നേരെ പാഞ്ഞെടുത്തു. കുറെ കഴിഞ്ഞ് കണ്ണു തുറന്ന ലിൻ കാണുന്നത് താനിപ്പോ ഒരു മുറിക്കകത്താണ്. ചുറ്റും എന്തൊക്കെയോ ഉപകരണങ്ങളും മറ്റും. ഒരു ചെയറിനകത്ത് അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ ആ ഡോർ തുറന്ന് ആരോ ഒരാൾ അകത്തേക്ക് കടന്നു വരുന്നു. അടുത്തെത്തിയതും ആളുടെ മുഖം വ്യക്തമായി. അതാരായിരുന്നോ? അവൾ ജിക്സോ കില്ലറുടെ ഗെയിമിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോ ജോണിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അവൾ, അമാൻഡ. യെസ്, അത് അവളായിരുന്നു. അവിടുന്ന് ലിന്നിനെയും കൂട്ടിക്കൊണ്ട് അവൾ നേരെ പോയത് പ്രത്യേകം മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന അകത്തൊരു മുറിയിലേക്കായിരുന്നു. അവിടെ ഒരു ബെഡിനകത്ത് അയാൾ കിടക്കുന്നുണ്ടായിരുന്നു. ജോൺ ക്രൈമർ. രോഗം മൂർച്ഛിച്ച് തീരെ അവശനായിരുന്നു അയാൾ. അതെ, ബ്രെയിൻ ക്യാൻസർ. ഇനി തനിക്ക് മുന്നിൽ അധികം ആയുസില്ലെന്ന് ജോണിന് അറിയാമായിരുന്നു. എങ്കിലും ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ അത് വളരെ നിർണായകമാണ്. അതുവരെ തൻ്റെ ആയുസ് പിടിച്ചു നിർത്തണം. അതിനു വേണ്ടിയായിരുന്നു ഡോക്ടർ ലിൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കൂ. ഇവിടെ വെച്ച് എന്ത് ചെയ്യാനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, നിനക്ക് ആവശ്യമുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് അതെല്ലാം തന്നെ ഇവിടെ മുറിക്കകത്തുണ്ട്. ഞങ്ങൾക്ക് ആകെ ആവശ്യം അത് നിന്നെയായിരുന്നു. ഇത്രയും പറഞ്ഞ് ജോണിന്റെ നിർദ്ദേശപ്രകാരം അമാൻഡ അവിടെ ഇരുന്നൊരു ഡിവൈസ്, ഒരു കോളർ പോലെ ഒന്ന്, അതെടുത്ത് അവൾ ലിന്നിന്റെ കഴുത്തിൽ ഘടിപ്പിക്കുന്നു. ഈ ഒരു ഡിവൈസ് അത് ജോണിന്റെ ഹാർട്ട് റേറ്റ് കാണിക്കുന്ന ആ മോണിറ്റർ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ജോണിന്റെ ഹൃദയമിടിപ്പ് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വിട്ട് ഈ ഡിവൈസ് മാറിയാലോ ഈ ഒരു ഉപകരണം അത് പൊട്ടിത്തെറിക്കും. അവളുടെ തല ചിതറിപ്പോവും. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ലിന്നിന്റെ ആ ചോദ്യത്തിന് അമാൻഡ പറഞ്ഞ മറുപടി, അവിടെ തൊട്ടടുത്ത മുറിയിൽ ഒരാൾ കുറച്ച് ടെസ്റ്റുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളത് പൂർത്തീകരിക്കുന്നതുവരെ നീ ജോണിനെ സംരക്ഷിക്കേ. ഇതാണ് നിനക്കുള്ള ടെസ്റ്റ്. നീ ഇത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് പോവാം. ഇതേ സമയം ഈ ബിൽഡിങ്ങിന്റെ മറ്റൊരു ഭാഗത്ത് ഒരു ഇരുണ്ട മുറി. അവിടെ പ്രത്യേകം വലിയൊരു ബോക്സ്. അതിനകത്ത് ഒരാളെ ബന്ധിച്ചിരിക്കുകയാണ്. അകത്തതാ ഒരു ടേപ്പ് റെക്കോർഡർ. അതെടുത്ത് അയാൾ പ്ലേ ചെയ്തു. ഹലോ ജെഫ്, നിന്റെ ജീവിതം ഇപ്പോൾ പഴയ പോലെയല്ല. അന്നൊരു അപകടത്തിൽ നിന്റെ മകൻ കൊല്ലപ്പെട്ടു. അതിന് കാരണക്കാരനായ ആ ഡ്രൈവർ, അയാളോടുള്ള പ്രതികാരമാണ് ഇപ്പൊ നിന്റെ മനസ്സ് നിറയെ. അയാൾക്ക് വേണ്ട ശിക്ഷയും ഇതുവരെ കിട്ടിയിട്ടില്ല. നിയമത്തിന്റെ പിടിയിൽ നിന്നും അയാൾ ഒടുവിൽ മോചിതനായി. ഇന്നിപ്പോ നീ ആയിരിക്കുന്ന ഈ ഒരിടം, ഇതിനകത്ത് നിന്ന് പുറത്തിറക്കുന്ന നിമിഷം മുതൽ നിന്റെ ഗെയിം ആരംഭിക്കും. ഓരോ ടെസ്റ്റും പൂർത്തിയാക്കി ഒടുവിൽ നീ എത്തിച്ചേരുന്നത് അയാൾക്കരിയിലേക്കായിരിക്കും. നിന്റെ മകന്റെ മരണത്തിന് കാരണക്കാരനായ ആ ഡ്രൈവർ, അയാൾക്കരിയിലേക്ക്. നിന്റെ റിവഞ്ച് അവിടെ നിനക്ക് പൂർത്തീകരിക്കാം. നിന്റെ ഗെയിം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. റെക്കോർഡിംഗ് അവസാനിച്ചതും ജെഫ് ഒരു വിധത്തിൽ ആ ബോക്സ് ചവിട്ടി തകർത്ത് താഴേക്ക് വന്ന് പതിക്കുന്നു. ജെഫിന് പിന്നെ ഉണ്ടായിരുന്നത് ഒരു മകളായിരുന്നു. തലേ ദിവസം മകൾക്കൊപ്പം ഇരുന്ന് സംസാരിച്ച് തിരികെ തന്റെ മുറിയിലേക്ക് വന്നപ്പോഴായിരുന്നു അയാൾ ഇവരുടെ പിടിയിലായത്. ആകെ ക്ഷീണിതനായി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ചുറ്റും നോക്കി. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ടേബിൾ, അതിന് പുറത്തെ ഒരു ബോക്സിൽ ഒരു കുറിപ്പിരിക്കുന്നതായിട്ട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെടുത്ത് അവൻ വായിച്ചു നോക്കി. ആ വാതിൽ തുറക്ക് ജെഫ്. ഇതായിരുന്നു അതിൽ എഴുതിയിരുന്നത്. കൂടെ തൻ്റെ ഫാമിലി ഫോട്ടോയുടെ കീറിയെടുത്ത ഒരു ഭാഗവും. ചുറ്റിലും അവനെ നിരീക്ഷിച്ചുകൊണ്ട് പല ഭാഗത്തായിട്ട് ക്യാമറകൾ. ആ ബോക്സിനകത്ത് നിന്നും കിട്ടിയ ഒരു എൻവലപ്പിൽ ഒരു താക്കോലും ഉണ്ടായിരുന്നു. അതെടുത്ത് അവൻ ആ ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഇതേ സമയം ഇവിടെ മറുഭാഗത്ത് ജോണിന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാമെന്ന അവസ്ഥ. ഇപ്പൊ ജെഫ് ആകട്ടെ അതിലൂടെ നടന്ന് ഒടുവിൽ എത്തപ്പെട്ടത് ഒരു ഫ്രീസർ റൂമിലേക്കായിരുന്നു. അവൻ അകത്ത് കയറിയതും ആ ഇരുമ്പ് ഡോർ വലിച്ചടയ്ക്കപ്പെട്ടു. പെട്ടെന്ന് അകത്തവൻ ആ കാഴ്ച കണ്ടു. ഒരു ചെങ്ങലയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ ഒരു യുവതിയെ. അവൾക്ക് ജീവനുണ്ടായിരുന്നു. ഇവനെ കണ്ടപാടെ തന്നെ അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ജെഫ് ഉടനെ തന്നെ തൻ്റെ കൈവശമിരുന്ന ആ താക്കോൽ അതെടുത്ത് ആ ലോക്ക് അഴിക്കാൻ നോക്കി. ഇല്ല, അത് ഓപ്പൺ ആവുന്നില്ല. ഇപ്പൊ ഇതിനിടയ്ക്ക് അവിടെ തൊട്ട് സമീപത്തായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ ഇരിക്കുന്നതായിട്ട് ജെഫിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ അതെടുത്ത് അവൻ പ്ലേ ചെയ്തു. ജെഫ്, നിന്റെ ആദ്യ ടെസ്റ്റാണത്. ഇവിടെ ഇപ്പോൾ നിന്റെ തൊട്ട് മുന്നിൽ ചെങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ആ സ്ത്രീ, അവളെ നീ അറിയും. നിന്റെ മകന് അന്ന് അപകടമുണ്ടായ ആ ഒരു ദിവസം, ആ ഒരു സംഭവം നേരിൽ കണ്ട ഏക സാക്ഷി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവളന്ന് കോടതിക്ക് മുന്നിൽ സാക്ഷി പറയാൻ തയ്യാറായില്ല. അവൾ ചെയ്ത ആ തെറ്റിന് ഇന്നിപ്പോ അവൾ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ്. ഇനി അഥവാ അവളെ മോചിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അതിനും നിനക്ക് അവസരമുണ്ട്. ആ ചുവരിന് സമീപത്തുള്ള മെറ്റൽ ബാർ, അതിനു പുറകിൽ ഈ പൂട്ടഴിക്കാനുള്ള താക്കോലുമുണ്ട്. തീരുമാനം അത് നിന്റേതാണ് ജെഫ്. നിന്റെ ഗെയിം ഇതാ ഇവിടെ ആരംഭിക്കുന്നു.
ഈ റെക്കോർഡിംഗ് അവസാനിച്ച നിമിഷം തന്നെ ഇരുവശത്തു നിന്നും തണുത്ത വെള്ളം ആ യുവതിയുടെ ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യാൻ തുടങ്ങി. തണുത്ത് മരവിച്ച് അവൾ സഹായത്തിനായി അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ ഈ ഒരു അവസ്ഥ കണ്ട് ഒടുവിൽ അവളെ മോചിപ്പിക്കാനായിട്ട് ജെഫ് തയ്യാറായി. അവിടെ ആ മെറ്റൽ ബാറിനകത്തുള്ള ആ താക്കോൽ, ജെഫ് ഉടനെ തന്നെ അവിടേക്ക് ചെന്ന് അകത്തു നിന്നും ആ താക്കോൽ കൈയെത്തിച്ച് എടുക്കാൻ ശ്രമിക്കുകയാണ്. സമയം ഒട്ടുമില്ല. ഒടുവിൽ ഒരു വിധത്തിൽ അവൻ കൈയെത്തിച്ചതെടുത്തു. തിരിഞ്ഞു നോക്കിയതും അവൻ കണ്ട ആ കാഴ്ച, അതാ ആ യുവതിയുടെ ശരീരം തണുത്തുറഞ്ഞ് മരവിച്ചിരിക്കുന്നു. അനക്കമില്ലാതെ അവൾ മരവിച്ച് മരണപ്പെട്ടു. ഈ കാഴ്ച കണ്ട് ആകെ നടുങ്ങിപ്പോയവൻ ആ ഡോർ തുറന്ന് പുറത്തിറങ്ങി. പുറത്തെത്തിയതും അതാ അവിടെ മറ്റൊരു ബോക്സ്, അതിനകത്തും ഒരു കുറിപ്പുണ്ട്. ജെഫ് അതെടുത്ത് വായിച്ചു. ഒരു ബുള്ളറ്റ്, അതുകൊണ്ട് എല്ലാം അവസാനിക്കും. ആ നോട്ടിന് പുറകിൽ തൻ്റെ ഫാമിലി ഫോട്ടോയുടെ കീറിയെടുത്ത രണ്ടാമത്തെ ഭാഗവും ഉണ്ടായിരുന്നു, കൂടെ ഒരു ബുള്ളറ്റും. അവൻ ആ ഇടവഴിയിലൂടെ വീണ്ടും നടന്നു. ഒടുവിൽ തൊട്ടു മുന്നിലായിട്ട് ഒരു പാവ അവിടെ വീണടക്കുന്നതായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ജിക്സോ ഡോൾ. ആ വഴി അവൻ ചെന്നെത്തപ്പെട്ടത് ഒരു മുറിയിലേക്കായിരുന്നു. ഒരു ഇരുമ്പ് ഡോർ. അത് വലിച്ചു തുറന്ന് അവൻ അകത്ത് കയറി. അകത്ത് കയറിയതും ഒരാളുടെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദമായിരുന്നു അവൻ കേട്ടത്. ആ പടിക്കെട്ടുകൾ വഴി ജെഫ് മുകളിലേക്ക് കയറി. അവിടെ പ്രത്യേകം നിർമ്മിച്ചെടുത്ത ആ കുഴിക്കകത്ത് അവൻ ആ കാഴ്ച കണ്ടു. അതവനെ തീർത്തും നടുക്കി കളഞ്ഞു.